നമസ്കാരം, എൻ്റെ പേര് മോഹൻദാസ്. 2025 ജൂലൈ മുതൽ യൂറോപ്പ് മുഴുവൻ വിസ യാത്രാ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുകയാണ്. ഈയിലും സെഞ്ചൻ മേഖലയിലും യാത്ര ചെയ്യുന്നവർക്ക് ഈ മാറ്റങ്ങൾ അറിയണം, എന്തെങ്കിലും തെറ്റുപറ്റാതിരിക്കാനും നേരത്തെ തയ്യാറെടുക്കാനും. ഇവിടെ പ്രധാനമായ 8 മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1. ജർമ്മനിയിലെ വൻ മാറ്റം. ജൂലൈ 1 മുതൽ ജർമ്മനിയിൽ നിന്നും ഷെങ്കൻ വിസ റദ്ദാക്കപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഇനി മുതൽ അപ്രത്യക്ഷം ആവശ്യം സമർപ്പിക്കാനാവില്ല. ഇതുവരെ ഉപയോഗിച്ചിരുന്ന റെമൺസ്ട്രേഷൻ പ്രോസസ് ജൂലൈ 1 മുതൽ അവസാനിക്കുന്നു. ഇനി മുതൽ വിസ തള്ളിക്കളയപ്പെടുമ്പോൾ നിങ്ങൾക്ക് മാത്രം ഒഫീഷ്യൽ കോടതി മാർഗം ഉപയോഗിക്കാനാകും. 2. എൻട്രി എക്സിറ്റ് സിസ്റ്റം ഈസ്. ഒക്ടോബർ 2025 മുതൽ യുയിലേക്ക് പ്രവേശിക്കുന്ന ആഭ്യന്തരർക്ക് ഇനി മുതൽ ബയോമെട്രിക് ചോദ്യങ്ങൾ, വിരൽത്തുമ്പ്, ഫോട്ടോ എന്നിവ നിർബന്ധമാകും. പാസ്പോർട്ട് സ്റ്റാമ്പ് ഇല്ല. എല്ലാം ഡിജിറ്റൽ റെക്കോർഡാക്കും. ഇത് വയസ്സ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ബാധകമാണ്. യുക പൗരന്മാർക്കും ബാധകമാണ്. പൂർണ്ണമായ ഈസ് നടപ്പാക്കൽ 2026 മാർച്ചിൽ വരെ നീളും. 3. ഇരിയാസ് പുതിയ യാത്രാ അനുമതി സംവിധാനം. 2026 മുതൽ വൈസ് എക്സംപ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കാനഡ, ഇന്ത്യ തുടങ്ങിയവർക്ക് യൂറോപ്പിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് €7 ഫീസോടെ ETIAS അനുമതി ഓൺലൈനായി എടുക്കണം. ഇത് 3 വർഷം പ്രാബല്യത്തിൽ ഉണ്ടാകും. കുട്ടികൾക്ക്, മുതിർന്നവർക്ക്, ചില സ്ഥലങ്ങൾക്ക് അവസാനം വരെ സൗജന്യവും. ETIAS 2026 ഭാഗികമായി ആരംഭിച്ച് പിന്നീട് മുഴുവനായും ബാധകമാകും. 4. സ്പെയിനിൽ പുതിയ ടൂറിസ്റ്റ് നിരീക്ഷണ വ്യവസ്ഥ. 2024 മുതൽ സ്പെയിനിൽ താമസിക്കുന്ന മുഴുവൻ ടൂറിസ്റ്റുകൾ ഹോട്ടലുകൾ, എയർബാൻബ്, കാറുകൾ റെന്റ് ചെയ്യുമ്പോൾ ഇനി കൂടുതൽ വ്യക്തിഗത വിവരങ്ങളും പേയ്മെന്റ് വിവരങ്ങളും നൽകണം. ഇത് ഓർഗനൈസ്ഡ് ക്രൈം തടയുന്നതിനായാണ്. നിയമലംഘനം സംഭവിച്ചാൽ €30,000 വരെ പിഴ ലഭിക്കാം. 5. ബൾഗേറിയയും റൊമാനിയയും. ഷെൻജനിൽ ജനുവരി 1, 2025 മുതൽ ബൾഗേറിയയും റൊമാനിയയും പൂർണ്ണമായി ഷെൻജൻ അംഗങ്ങളായി മാറുന്നു. ഇനി ഇവിടേക്കുള്ള യാത്രയ്ക്ക് അധിക വിസയില്ല. ലാൻഡ് ബോർഡറുകൾ തുറന്നിരിക്കും. സ്പൗട്ട് ചെക്സ് മാത്രം കുറച്ചുനാൾ തുടരാം. 6. യുകെയുടെ യാത്രക്കാർക്ക് ഫീസ് വർധനവ്. ബ്രെക്സിറ്റ് ശേഷം ETIAS സംവിധാനം പൗരന്മാർക്കും ബാധകമാകും. ETIAS ഫീസ് €7 മുതൽ കൂടാൻ സാധ്യതയുണ്ട്. പാൻഡമിക് സാമ്പത്തിക ക്ഷാമം തീർക്കാനാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വരുന്നത്. 7. അർമേനിയ. യുമായി വിസ വ്യവസ്ഥ ചർച്ചയിൽ. 2025 യും അർമേനിയയും തമ്മിൽ വിസ ലിബറലൈസേഷൻ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. 2026 മുതൽ ബയോമെട്രിക് പാസ്പോർട്ട്. 4. കുറയ്ക്കുക. 5 വർഷത്തിനുള്ളിൽ ഈ വിസ ഇല്ലാതെ യാത്രയ്ക്ക് സാധ്യത. 8. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്ത്യൻ പൗരന്മാർ. ജർമ്മനിയുടെ മാറ്റം ഇതെവിടെ ബാധിക്കുന്നു? ഇനി അപ്രത്യക്ഷം അപേക്ഷയില്ല. യുയിലേക്കുള്ള യാത്രാസാധ്യത ഉള്ള എല്ലാവരും ഒക്ടോബർ 2025 മുതൽ ബയോമെട്രിക് എൻട്രി. 2026 മുതൽ ETIAS അപേക്ഷ നിർബന്ധം. സ്പെയിനിലേക്കുള്ള യാത്രക്കാർ താമസത്തിനുള്ള വിവരം നൽകേണ്ടതുണ്ട്. സമാപനം. 2025-26 കാലയളവിൽ യൂറോപ്പിലേക്കുള്ള യാത്രയിൽ വൻ മാറ്റങ്ങൾ വരാനിരിക്കുന്നു. ശ്രദ്ധയോടെ യാത്രാ പ്ലാനിംഗ് ചെയ്യൂ. എല്ലാം മുൻകൂട്ടി ഒരുക്കൂ. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം.